പ്രിയപ്പെട്ടവരെ, ജൈവ കൃഷിയിൽ നാനോ വളങ്ങളുടെ പ്രത്യേകതകളെ കുറിച്ചാണ് നമ്മൾ വർഷങ്ങളായിട്ട് പറഞ്ഞു വരുന്നത്. അപ്പൊ അതിന്റെ ഒരു സെമിനാറിലേക്ക് ഇവിടെ എത്തിച്ചേർന്ന ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഞാൻ നിതീഷ് തൊള്ളത്തുവയൽ, കണ്ണൂരാണ് സ്വദേശം. കഴിഞ്ഞ ഒരു 5 വർഷക്കാലമായി നെറ്റ്സർഫിന്റെ വളങ്ങൾ ഉപയോഗിക്കുകയും അതോടൊപ്പം തന്നെ അത് വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. വളരെ നല്ല രീതിയിൽ ജൈവകൃഷിയെ പരിപോഷിപ്പിക്കുവാനും ഇന്ന് ഉണ്ടാകുന്ന പല വിഷയങ്ങളെയും പ്രശ്ന പരിഹാരത്തിനുള്ള ഒരു വഴിയായും നമുക്ക് ഈ ഉൽപ്പന്നങ്ങൾ വഴി മാറുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു വസ്തുതയാണ്. അപ്പൊ ആ ഒരു ഉൽപ്പന്നങ്ങളെ കുറിച്ചാണ് ഇന്നിവിടെ പ്രതിപാദിക്കാൻ വേണ്ടി പോകുന്നത്. ചുരുങ്ങിയൊരു സമയം 8:05 നമുക്ക് കറക്റ്റ് 8:40 കൂടി ഈ മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യുന്നതാണ്. അപ്പോ 8:30 തൊട്ട് 8:30 ആകുമ്പോഴത്തേക്ക് ഈ ഒരു പ്രൊഡക്റ്റിന്റെ ട്രെയിനിങ്ങും അതോടൊപ്പം തന്നെ ഒരു 10 മിനിറ്റ് നേരം കർഷകർക്ക് സംശയങ്ങൾ ചോദിക്കാനുള്ള ഒരു സാഹചര്യവും നമ്മൾ ഒരുക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ മീറ്റിംഗ് പൂർണ്ണമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഇന്ന് ഈ കാർഷിക മേഖലയിൽ പല വളപ്രയോഗങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തികളായി ഓരോ കർഷകനും മാറി വരികയാണ്. ഈ വർഷം ചാണകവളം കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത വർഷം കോഴിവളം കൊടുക്കും. അടുത്ത വർഷം കോഴിവളം കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്തെ വർഷം എല്ലുപൊടി കൊടുക്കും. പല രീതിയിൽ നമുക്ക് കിട്ടുന്ന വളപ്രയോഗങ്ങളെ നമ്മൾ സസ്യങ്ങളിലേക്ക് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതൊരു പ്രൊഡക്റ്റിന്റെ പ്രൊമോഷനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല. കഴിഞ്ഞ 5 വർഷക്കാലമായി ഞാൻ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുകയും അതിലൂടെ കിട്ടുന്ന ഒരു ഗുണവും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക എന്ന ഒരു ഉദ്ദേശം മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് പങ്കുവയ്ക്കുന്നത്. നിങ്ങൾക്കിത് ഉപയോഗിക്കാം, ഉപയോഗിക്കാതിരിക്കാം. പക്ഷേ ഇന്ന് കർഷകർ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നത് എന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. വിളവ് കുറവാണ്, ചെലവ് അധികമാണ്, കൃഷി നഷ്ടമാണ് എന്ന് പറയുന്ന കർഷകരിലേക്കാണ് ഇന്ന് ബഹുഭൂരിപക്ഷവും പോകുന്നത്. കാരണം ഇവിടെ പങ്കെടുക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു കർഷകനാണ്. പക്ഷേ ഞാൻ ദിനംപ്രതി 50-ലധികം കർഷകരുമായിട്ട് സംവദിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഏത് ഉൽപ്പന്നമായിക്കോട്ടെ ഇന്ന് ലാഭകരമായി പോകുന്നുണ്ട് എന്നുള്ളത് ഓരോ കർഷകനും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. തേങ്ങ ആയിക്കോട്ടെ, റബ്ബർ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അതിനനുസരിച്ചുള്ള ഒരു തുക ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് എന്നുള്ളതാണ്. പക്ഷേ നമ്മളതിന്റെ കണക്ക് കൃത്യമായി സൂക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് ഓരോ കർഷകന്റെയും ഏറ്റവും വലിയ ഒരു പരാജയം എന്ന് പറയുന്നത്. അക്കൗണ്ട്സ് നമ്മൾ സൂക്ഷിച്ചു കഴിയുമ്പോൾ ഇതിൽ നിന്ന് ഇൻകം ആണോ ലോസ് ആണോ പ്രോഫിറ്റ് ആണോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത എന്ന് പറയുന്നത്. അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളുടെ സസ്യങ്ങളെ ഒരു മനുഷ്യനായി കാണുക എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്. ഒരു മനുഷ്യനെ പരിപാലിക്കുന്നത് പോലെ നിങ്ങൾ ഒരു സസ്യത്തെ കണ്ടു നോക്കൂ, നിങ്ങൾക്ക് അതിന് ഗുണം 100% തരും എന്നുള്ളതാണ്. പല വളങ്ങൾക്ക് പുറകെ പോകാതെ നിങ്ങൾ ചാണകം കൊടുക്കുന്നുണ്ടെങ്കിൽ ചാണകം മാത്രം കൊടുക്കാനുള്ള ഒരു സംവിധാനമാക്കുക. അല്ലാതെ പല വളങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒരു മണ്ണിന്റെ ഘടനയിൽ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം വന്നു കഴിയുമ്പോൾ ആ മണ്ണ് വീണ്ടും വീണ്ടും മാറി മാറി വരുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു. അതൊന്നുമില്ലാതെ നമ്മുടെ കൃഷിയെ പരിപോഷിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്ന ഓൾ പ്രോബ്ലം വൺ സൊല്യൂഷൻ എന്നുള്ള ഒരു കഴിഞ്ഞ 25 വർഷക്കാലമായി, ഞാൻ കഴിഞ്ഞ മാസം മെയ് 20, 21 തീയതികളിൽ പൂനെയിലെ നെറ്റ്സർഫിന്റെ ഇന്ത്യയിലെ 5000-ലധികം വരുന്ന കർഷകരല്ല, 5000-ലധികം വരുന്ന ഇത് വിതരണം ചെയ്യുന്ന അവരുടെ ഒരു മീറ്റിംഗിലേക്ക് ഞാൻ പങ്കെടുക്കുകയുണ്ടായി. അതിന്റെ എക്സ്പീരിയൻസ് പറയുന്ന 5000-ലധികം വരുന്ന ഇത് വിതരണം ചെയ്യുന്ന ആൾക്കാരാണ് അവിടെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഓരോ കർഷകരിലേക്കും അവരെത്തിച്ചത് കൊണ്ട് മാത്രമാണ് അവർക്ക് ഇവിടെ ആ വിതരണം ചെയ്യാൻ വേണ്ടി സാധിച്ചത്. ആ ഒരു മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സാധിച്ചത്. ഞാൻ തന്നെ ഇന്ന് ഏകദേശം ഒരേക്കർ 100-ലധികം ഏക്കറിലേക്കുള്ള കോട്ടയത്തുള്ള ഒരു ചാക്കോച്ചൻ സാറിന് ഞാൻ ഇന്ന് കൊടുത്തത് 1,80,000 രൂപയുടെ പ്രൊഡക്റ്റാണ്. അദ്ദേഹത്തിന്റെ തോട്ടത്തിലേക്ക് മുഴുവനായിട്ട് കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് ഇത് ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിയിരിക്കുകയാണ്. ആദ്യം ചെറിയൊരു ഭാഗത്ത് ഉപയോഗിച്ചു. അതിനുശേഷം അതിന്റെ ഗുണങ്ങൾ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം 10,000-ലധികം വരുന്ന റബ്ബറിന്, റംബുട്ടാന്, തെങ്ങിന്, ജാതിക്ക് തുടങ്ങിയ എല്ലാ വിളകൾക്കും ഇന്ന് നമ്മുടെ ഉൽപ്പന്നങ്ങളാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കർഷകർ മാറി ചിന്തിക്കുകയാണ്, പുതിയ വഴികളിലേക്ക് മാറുകയാണ്, പുതിയ ടെക്നോളജിയിലേക്ക് മാറുകയാണ്. ടെക്നോളജി ഉപയോഗിക്കുന്നവൻ വളരും, ടെക്നോളജി ഉപയോഗിക്കാത്തവൻ തളരും എന്ന ആപ്തവാക്യം ഈ നൂറ്റാണ്ടിന്റെ ഏറ്റവും വലുതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഉൽപ്പന്നങ്ങളെയും കമ്പനിയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം.
ഞാൻ ഇവിടെ ഒരു 3 പിക്ചർ കാണിക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, ഒരു കാലത്ത് മാർക്കറ്റിന്റെ 80-ലധികം ഷെയർ ഉണ്ടായിരുന്ന 3 പിക്ചറെയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. പക്ഷെ ഇന്ന് ആ മാർക്കറ്റിലേക്ക് ഈ ഒരു ഉൽപ്പന്നങ്ങൾ ഇല്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു വസ്തുതയാണ്. മറ്റൊന്നല്ല, കാലത്തിനനുസരിച്ച് മാറുവാൻ ഇവർക്ക് തയ്യാറാവാൻ വേണ്ടി സാധിച്ചില്ല. എനിക്ക് തോന്നുന്നു 1980, 70 കാലഘട്ടങ്ങളിലാണ് രാസവളത്തിന്റെയും അതുപോലെ തന്നെ കെമിക്കലിന്റെയും അമിതമായ ഉപയോഗം നമ്മുടെ മണ്ണുകളിലേക്ക് വന്നത്. അതുവരെ ഉണ്ടായിരുന്ന ജൈവാംശത്തെ നശിപ്പിച്ചുകൊണ്ട് പുതിയ ഒരു സംഭവം വന്നു കഴിഞ്ഞപ്പോ പെട്ടെന്ന് നമുക്ക് വിളവ് ലഭിക്കുകയും അതിലൂടെ മണ്ണിന്റെ ഘടന പെട്ടെന്ന് മാറി 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 വരികയാണ് ചെയ്തത്. മണ്ണിന്റെ ഘടനയിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് സസ്യങ്ങൾക്ക് അതിലൂടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. മണ്ണിന്റെ ഘടനയിലെ വ്യത്യാസം നമ്മൾ തിരിച്ചെടുത്ത് മണ്ണിന്റെ ഫലഭൂയിഷ്ഠിയെ തിരിച്ചെടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സസ്യങ്ങളുടെ ആരോഗ്യസ്ഥിതിയെ വീണ്ടെടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്ന് നാം ആദ്യമായി മനസ്സിലാക്കണം. അതിന് ഇന്ന് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ചാണകത്തിന് പോലും പണ്ട് കിട്ടുന്ന ആ ഒരു എഫക്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ്. കാരണം അമോണിയയും യൂറിയയും അടക്കമടങ്ങിയ ഓക്കെ പോലുള്ള പെല്ലറ്റ് പോലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ പശുക്കളടക്കം കഴിക്കുമ്പോൾ ഹോർമോൺ അടക്കമുള്ള ഇൻജെക്ട് ചെയ്ത കോഴികളിലൂടെ ലഭിക്കുന്ന കോഴി വളത്തിലൂടെ നമുക്ക് കിട്ടുന്ന കെമിക്കൽ അടങ്ങിയ ഉൽപ്പന്നങ്ങൾ കിട്ടുമ്പോൾ മണ്ണിന്റെ ഘടനയിൽ നിന്ന് വ്യത്യാസം വരികയാണ്. മണ്ണിരകളില്ല, സൂക്ഷ്മാണുക്കളില്ല, സൂക്ഷ്മ ജീവികളില്ല, ചെറു പ്രാണികളോ ചെറു തവളകളെയോ ഇന്ന് നമുക്ക് മണ്ണിൽ കാണുവാൻ വേണ്ടി സാധിക്കുന്നില്ല. ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ ഒരു രാസവളമിട്ട ഒരു പറമ്പിലൂടെ ഒരു പാറ്റയ്ക്കോ പുഴുവിനോ എന്തിനു പറയുന്നു ഒരു പാമ്പിന് പോലും സഞ്ചരിക്കാൻ വേണ്ടി സാധിക്കില്ല. അവിടെയാണ് നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ തികച്ചും ഓർഗാനിക് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്ന അതിനൂതന ടെക്നോളജി എന്ന് പറയുന്നത്. നമുക്ക് അതിന്റെ കമ്പനിയെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം. കമ്പനി എന്ന് പറയുന്നത് അജയ് ബയോടെക് എന്ന് പറയുന്ന കമ്പനിയാണ്. 1990-ൽ രൂപീകരിച്ച ഒരു കമ്പനിയാണ്. 30 വർഷമായി ഇന്ത്യയിൽ, 35 വർഷമായിട്ട് ഇന്ത്യയിൽ ഓർഗാനിക് ഉൽപ്പന്നങ്ങളെ വിതരണം ചെയ്യുന്ന ഒരു കമ്പനിയാണ് നമ്മുടേത്. നെറ്റ്സർഫ് എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന കമ്പനി ഉണ്ട്. നെറ്റ്സർഫ് റിസർച്ച് ലാബ് ഉണ്ട്. ഓരോ ഉൽപ്പന്നങ്ങളും കമ്പനി റിസർച്ച് ലാബിലൂടെ പരിശോധിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് കർഷകരിലേക്ക് എത്തിക്കുന്നത്. മൈലാബ് എന്ന് പറയുന്ന ഏഷ്യയിലെ നമ്പർ 1 ലാബ്, വൂഹു എന്ന് പറയുന്ന കമ്പനി, പിൻ എന്ന് പറയുന്ന കമ്പനി, നെറ്റ്സർഫ് ഡയറക്റ്റ് എന്ന് പറയുന്ന കമ്പനി, ഇത്രയും അടങ്ങിയ ഒരു 8ഓളം കമ്പനീസ് അടങ്ങിയ ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനിയാണ് നമ്മുടെ നെറ്റ്സർഫ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, ഈ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമേന്മ എന്ന് പറയുന്നത് ഇത് നമുക്ക് 25 വർഷമായിട്ട് ഇന്ത്യയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് മാത്രമാണ് ഇന്ത്യയിലെ ടോപ്പ് മീഡിയാസ് ആയ ഫോബ്സ് മീഡിയ, ദ ടൈംസ് ഓഫ് ഇന്ത്യ, ദ ഇന്ത്യൻ എക്സ്പ്രസ്, ദ ഹിന്ദു, മണി കൺട്രോൾ, ഹിന്ദുസ്ഥാൻ ടൈംസ്, സക്കായി, ഫസ്റ്റ് പോസ്റ്റ് തുടങ്ങിയവയൊക്കെ നമ്മുടെ ഉൽപ്പന്നങ്ങളെ ഇന്ന് കർഷകരിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നതിൽ അതിന്റെ ഒരു ക്രെഡിബിലിറ്റിയാണ്. നമുക്കറിയാം, ഇവിടെ കാണുമ്പോൾ പല നിറത്തിലും പല രൂപത്തിലും പല ഭാവത്തിലുമുള്ള കുറേ കുപ്പികളെയാണ് നാം ഇന്നിവിടെ കാണുന്നത്. എന്താണ് ഈ കുപ്പികളുടെ പ്രത്യേകത? ഖരാവസ്ഥയിലുള്ള ചാക്ക് കണക്കിനുള്ള വളപ്രയോഗത്തിൽ നിന്നും വ്യത്യസ്തമായി ദ്രാവക രൂപത്തിലുള്ള വളപ്രയോഗത്തിൽ നമുക്ക് എത്തുമ്പോൾ 25% മുതൽ 40% ലേബർ കോസ്റ്റ് കുറയ്ക്കാം. എങ്ങനെയാണ് ലേബർ കോസ്റ്റ് കുറയ്ക്കുക? 100 ഏക്കർ തോട്ടത്തിലേക്ക് ചാക്കോജി സാർ ഈ പ്രൊഡക്റ്റ് അവിടെ എത്തുമ്പോൾ കൊറിയർ ചാർജ് ആയി വരുന്നത്, അല്ലെങ്കിൽ അതിന്റെ ചാർജ് ആയി വരുന്നത് 1000 രൂപയാണ്. ആ 100 ഏക്കറിലുള്ള തോട്ടത്തിലേക്ക് ഒരു ചാണകവളമാണ് ഇടുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചാക്ക് കണക്കിനുള്ള നമ്മുടെ മറ്റ് രാസവളങ്ങളോ മറ്റ് കോഴിവളങ്ങളോ ഇടുന്നുണ്ടെങ്കിൽ അവിടെ എത്തിക്കേണ്ടിരുന്ന ഭാരിച്ച തുക എത്രയായിരിക്കും നമുക്ക് ഊഹിക്കാൻ പറ്റുന്നേ ഉള്ളൂ. അതൊന്നുമില്ലാതെ കൈകളിൽ ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോയി വെള്ളത്തിലേക്ക് മിക്സ് ചെയ്ത് ഒഴിക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള അതിനൂതന സാങ്കേതിക വിദ്യയാണ് നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ. 100% ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. കഴിഞ്ഞ 5 വർഷക്കാലമായി കേരളത്തിലുടനീളം ഏത് ജില്ലയിൽ വേണമെങ്കിലും ഒരു കർഷകനെ തുടർച്ചയായിട്ട് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കേണ്ട കർഷകനെ എനിക്ക് തരാൻ വേണ്ടി സാധിക്കും. മറ്റു വളങ്ങൾ ഉപയോഗിക്കാതെ നെറ്റ്സർഫിന്റെ ഈ ലിക്വിഡ് ആയിട്ടുള്ള സസ്യത്തിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ഒരു കുടക്കീഴിൽ കിട്ടുന്ന ഈ ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ കുടക്കീഴിൽ എത്തുമ്പോൾ, അത് നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുമ്പോൾ, അത് തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്ന കർഷകരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ആ ഒരു ഉൽപ്പന്നങ്ങളുടെ ഫോട്ടോയാണ് നമ്മൾ ഇന്നിവിടെ കണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ബയോഫിറ്റ് അഗ്രി പ്രൊഡക്ട്സിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഘടകം എന്താണ്? അത് ഓർഗാനിക് അഗ്രികൾച്ചറിന് വേണ്ടി നിർമ്മിച്ചതാണ്. R&D റിസർച്ച് സർവേ ഇന്ത്യൻ ഗവൺമെന്റിന്റെ അംഗീകാരത്തോട് പ്രവർത്തിക്കുന്നു. അപ്രൂവ്ഡ് ബൈ ഇക്കോസെർട്ട് ഇൻപുട്സ്, ലോകത്തിലെ ഏറ്റവും വലിയ ജൈവ കാർഷിക സംഘടനയായ ഇക്കോസെർട്ടിന്റെ അനുമതിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. അഗ്രി മാനുഫാക്ചർ അജയ് ബയോടെക് 35 വർഷമായിട്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നതാണ്. എല്ലാ ഉൽപ്പന്നങ്ങളും കാർഷിക വികസന മന്ത്രാലയം
അപ്രൂവ് ചെയ്ത ഉൽപ്പന്നങ്ങളെയാണ് കർഷകരിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ 100% ക്രെഡിബിലിറ്റിയോട് നമുക്ക് ഉപയോഗിക്കാം. 100% നാച്ചുറൽ ഹെർബൽ ആൻഡ് ആയുർവേദിക് പ്രൊഡക്ട്സ് ആണ്. മണ്ണിനോ മനുഷ്യനോ ജീവജാലങ്ങൾക്കോ യാതൊരുവിധ പ്രോബ്ലംസും അതിലൂടെ ഉണ്ടാകുന്നില്ല. നമുക്ക് നോക്കാം, ഒരു സസ്യങ്ങളിലേക്ക് വരുമ്പോൾ അതിന്റെ ഫുഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഓക്സിജനിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ്, ഷുഗർ, മിനറൽസ്, വാട്ടർ, ലൈറ്റ് എനർജിയിലൂടെ ഒക്കെ ഉണ്ടാക്കുന്നു. ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഫോർ പ്ലാന്റ് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള എലമെന്റ്സ് സൺലൈറ്റ്, വാട്ടർ, എയർ, കാർബൺ ഡൈ ഓക്സൈഡ്, മിനറൽസ്, മൈക്രോ ആൻഡ് മാക്രോ ന്യൂട്രിയൻസ്, പ്ലാന്റ് ഹോർമോൺസ്, ബയോസ്റ്റിമുലൻസ് എന്നിവ അടങ്ങുന്നതാണ്. അതുപോലെ തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ സസ്യങ്ങൾ സ്ട്രെസ് അനുഭവിക്കുന്നു, രോഗബാധിതരാകുന്നു, രോഗപീഡിതരായി അനുഭവിക്കുന്നു. എന്തൊക്കെയാണ്? പ്ലാന്റ് ന്യൂട്രിയൻ ഡെഫിഷ്യൻസിയിലൂടെ വരുന്ന കരിച്ചിലി, യെല്ലോ, മഞ്ഞളിപ്പ്, റൂട്ട്സിന്റെ അഭാവം, ഇൻസെക്റ്റിന്റെ പെസ്റ്റിന്റെയും അറ്റാക്ക്, അതുപോലെ ഓവർഡോസ്, വൈറസിന്റെയും ഫംഗൽസിന്റെയും ബാക്ടീരിയലിന്റെയും അറ്റാക്ക്, ഓവർഡോസ്, വാട്ടറിന്റെയും ഫെർട്ടിലൈസറിന്റെയും ഓവർഡോസിലൂടെ ഉണ്ടാകുന്ന പ്രോബ്ലംസ്, ഇവയൊക്കെ മറികടക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ്. അത് തെങ്ങായിക്കോട്ടെ, കവുങ്ങായിക്കോട്ടെ, ജാതി ആയിക്കോട്ടെ, ഏലമായിക്കോട്ടെ. ഞാൻ മറ്റന്നാൾ ഇടുക്കിക്ക് പോവുകയാണ്. രാജാക്കാട് എന്ന് പറയുന്ന പ്രദേശം സാബു മുണ്ടക്കയം എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്ക് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. കാരണം മറ്റൊന്നുമല്ല, കഴിഞ്ഞ തുടർച്ചയായി 2 വർഷമായി നെറ്റ്സർഫിന്റെ വളങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് സാബു സാർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഞാൻ പോവുകയാണ്. കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹത്തിന് കിട്ടിയ ആ ഒരു മാറ്റം കാണുവാനും അത് കർഷകരിലേക്ക് എത്തിക്കുവാനും വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇത് കർഷകരെ ഓരോ വിളകളിലേക്കും ഏറ്റെടുത്തുകൊണ്ട് മുന്നേറുകയാണ്. നമുക്ക് നോക്കാം, പ്ലാന്റ് ന്യൂട്രിയൻസ് ഡെഫിഷ്യൻസി. നമ്മുടെ സസ്യങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അടിസ്ഥാനപരമായിട്ട് ലോകത്ത് എവിടെ പോയി കഴിഞ്ഞാലും സസ്യങ്ങൾക്ക് വേണ്ട അടിസ്ഥാനപരമായിട്ട് വേണ്ട 3 ഘടകങ്ങളാണ്. ഒന്നാമത്തെ ഘടകങ്ങളാണ് മൂലകങ്ങൾ. മൂലകങ്ങളെ 3ആയി തരംതിരിച്ചിരിക്കുന്നു: പ്രധാന, ഉപപ്രധാന, സൂക്ഷ്മ മൂലകങ്ങൾ. അതിൽ പ്രധാനപ്പെട്ട നമ്മുടെ മൂലകമാണ് NPK എന്ന് പറഞ്ഞ യൂറിയ, മഷൂറി, പൊട്ടാഷ് എന്ന് പറയുന്നത്. യൂറിയ, മഷൂറി, പൊട്ടാഷ് നമ്മൾ രാസവളം കൊടുക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു മനുഷ്യനെ വെന്റിലേറ്ററിൽ കിടത്തുന്നതിന് തുല്യമാണ് നമ്മൾ രാസവളം കൊടുക്കുക എന്ന് പറയുന്നത്. ഒരു മനുഷ്യനെ വെന്റിലേറ്ററിൽ കിടത്തുന്നതിന് തുല്യമാണ് രാസവളം കൊടുക്കുക. എന്താണ് അങ്ങനെ പറഞ്ഞാൽ? കൃത്രിമമായി നമ്മൾ ശ്വാസം കൊടുക്കുകയാണ്. അതിലൂടെ നമ്മുടെ സൂക്ഷ്മാണുക്കളും മണ്ണിരകളും മണ്ണിലുണ്ടാകുന്ന ചെറു തവളകളും എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. കൃത്രിമമായി കൊടുക്കുന്നു. കുറച്ച് സമയം കഴിയുമ്പോൾ ആ പൈപ്പ് എടുക്കുമ്പോൾ ആ മനുഷ്യൻ മരിച്ചതുപോലെ ആ മണ്ണ് മരിച്ചു പോകുന്നു, ആ സസ്യം മരിച്ചു പോകുന്നു. അങ്ങനെ ഒരു ഇടവരുത്തണോ? അവിടെയാണ് നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകത. പണ്ടൊക്കെ ആണെങ്കിൽ സസ്യങ്ങൾക്ക് വേണ്ട ആരോഗ്യകരമായ മൂലകങ്ങൾ എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ബാക്ടീരിയകൾ മണ്ണിലുണ്ടാകുന്നു. ആ ബാക്ടീരിയകളെയാണ് നമ്മൾ മണ്ണിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. അതിലൂടെ സസ്യങ്ങൾക്ക് ആവശ്യമായ എല്ലാ മൂലകങ്ങളും കൃത്യമായി ലഭിക്കുന്നു. ഒറ്റ ഉദാഹരണം മാത്രം പറയാം. അന്തരീക്ഷത്തിൽ 78% നൈട്രജൻ ആണ് എന്നുള്ളതിൽ ഇന്ന് ജനിച്ചു വീഴുന്ന കുഞ്ഞിന് പോലും സംശയം ഉണ്ടാവില്ല. പക്ഷെ ആ നൈട്രജനെ നൈട്രേറ്റ് ആക്കി സസ്യങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ബാക്ടീരിയകൾ ഇന്ന് മണ്ണിലില്ല. എന്തുകൊണ്ട്? നമ്മുടെ കെമിക്കലിന്റെയും രാസവളങ്ങളുടെയും അമിത പ്രസരം മൂലം അത് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. അതിനെ തിരിച്ചെടുക്കാൻ ഓർഗാനിക്കായി ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ജൈവികമായി തിരിച്ചെടുക്കുവാൻ, നാച്ചുറലായി തിരിച്ചെടുക്കുവാൻ അന്തരീക്ഷത്തിലുള്ള മൂലകങ്ങളെ സസ്യത്തിന് എത്തിച്ചു കൊടുക്കുന്ന ബാക്ടീരിയയിലൂടെ ലഭിക്കുന്നു. അതിന് വേണ്ടിയിട്ടുള്ള NPK എന്ന് പറയുന്ന ഉൽപ്പന്നങ്ങൾ ചെലവ് കുറച്ച് കൈകളിൽ 3 കുപ്പിയാണുള്ളത്. ആ 3 കുപ്പി നമുക്ക് കൈകളിൽ പിടിച്ച് ഒരു ബാരൽ ഉണ്ടെങ്കിൽ അവിടെ വെള്ളത്തിൽ നിറച്ച് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലേക്കുള്ള അതിനൂതന ടെക്നോളജി ഇന്ന് കർഷകരിലേക്ക് എത്തിയിരിക്കുകയാണ്. അസിറ്റോബാക്ടർ ബാക്ടീരിയകളും പൊട്ടാഷ് സോളിസിബിലിയം ബാക്ടീരിയകളും ഫോസ്ഫറസ് സോളിസിബിലിയം ബാക്ടീരിയകളും അടങ്ങിയ അതിനൂതന സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിലൂടെ കൃഷിക്കാവശ്യമായ മണ്ണിനാവശ്യമായ മൂലകങ്ങളെ കൃത്യമായി സസ്യങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും അതിലൂടെ സസ്യങ്ങൾക്കുണ്ടാകുന്ന ന്യൂട്രിയൻസ് ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന പ്രോബ്ലംസിനെ ഇല്ലാണ്ടാക്കി ഏറ്റവും മനോഹരമായിട്ടുള്ള നല്ല ആരോഗ്യകരമായിട്ടുള്ള ഒരു ജൈവ കൃഷിയെ പരിപോഷിപ്പിക്കുവാനും സസ്യങ്ങളുടെ ആയുരാരോഗ്യ സൗഖ്യത്തെ നമുക്ക് കൂട്ടിയെടുക്കുവാനും നമുക്ക് ഇതിലൂടെ സാധിക്കുന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകമാണ്. ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട ഘടകം നമ്മൾ പറഞ്ഞു മൂലകങ്ങളാണെങ്കിൽ, രണ്ടാമത്തെ ഘടകം വളപ്രയോഗമാണ് അല്ലെ. നമ്മൾ മൂലകങ്ങൾ മാത്രം കൊടുത്താൽ പോരാ, വളപ്രയോഗം കൊടുക്കണ്ടേ? നമ്മൾ NPK രാസവളം കൊടുത്തു കഴിഞ്ഞാൽ ചാണകവളം കൊടുക്കുന്നു, എല്ലുപൊടി കൊടുക്കുന്നു, ആട്ടിൻകാട്ടം കൊടുക്കുന്നു, കോഴിവളം കൊടുക്കുന്നു, തുടങ്ങിയ മിക്സ്ഡ് വളം മാർക്കറ്റിൽ കിട്ടുന്ന പല വളങ്ങളും നമ്മൾ പരീക്ഷിക്കുന്നു. അതിലൂടെ മണ്ണ് നശിക്കുന്നു, സസ്യത്തിന്റെ ആരോഗ്യവും പോകുന്നു. കഴിഞ്ഞ വർഷം കിട്ടുന്ന വിളവിൽ നിന്നും ഈ വർഷം കുറവും കിട്ടും. സോറി. അപ്പൊ അവിടെയാണ് നമ്മുടെ ഷേത്ത് എന്ന് പറയുന്ന സോയിൽ ഹെൽത്ത് എൻഹാൻസ്മെന്റ് ടെക്നോളജി എന്ന് പറയുന്ന അതിനൂതന സാങ്കേതിക വിദ്യ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഷേത്ത് എന്ന് പറയുന്നത്. എന്താണ് ഷേത്തിന്റെ പ്രത്യേകത? ഷേത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 5 ടണ്ണ് കാലിവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന എസൻസിന് തുല്യമായ ബാക്ടീരിയകളുടെ മിശ്രിതമാണ്. 5 ടണ്ണ് കാലിവെള്ളം നമ്മുടെ തോട്ടത്തിലേക്ക് എത്തിക്കാൻ എത്ര എക്സ്പെൻസ് നമുക്ക് വേണ്ടി വരും?
ഇത് കൈകൾ ഇങ്ങനെ പിടിച്ചു പോവുകയാണ്. 5 ടൺ കാലവെള്ളത്തിന് തുല്യമായ ബാക്ടീരിയയും കൊണ്ട് തോട്ടത്തിലേക്ക് പോവുകയാണ് നമ്മൾ. അതിലൂടെ മണ്ണിരകൾ ഉണ്ടാകുന്നു, മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കുന്നു, സൂക്ഷ്മാണുക്കളെ പ്രോത്സാഹിപ്പിക്കുന്നു തുടങ്ങി മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയെ കംപ്ലീറ്റ് ആയി ചേഞ്ച് ചെയ്യുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം മണ്ണിന്റെ pH ലെവലിനെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതാണ്. മണ്ണിന്റെ pH ലെവലിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി കുമ്മായി ഇടുന്നവരാണ് നമ്മൾ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ദയവ് ചെയ്ത് നിങ്ങൾ നമ്മുടെ ഈ നെറ്റ്സർഫിന്റെ ജൈവവളങ്ങൾ ഉപയോഗിച്ചോ ഇല്ലേ എന്നതാണ്. പക്ഷെ കുമ്മായം നിങ്ങൾ ഇടരുത്. എന്തുകൊണ്ടാണ്? കുമ്മായം എന്ന് പറയുന്നത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന പച്ചക്കക്കയെ നീറ്റുമ്പോൾ ഉണ്ടാകുന്ന രാസപ്രവർത്തനത്തിലൂടെ വരുന്ന ഒരു കെമിക്കൽ പദാർത്ഥമാണ്. അത് മണ്ണിലിട്ട് കഴിയുമ്പോൾ മണ്ണിൽ ചൂട് ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ചൂട് ഉൽപ്പാദിപ്പിക്കപ്പെടുക നമുക്കറിയാം അല്ലെ. അതിൽ സൂക്ഷ്മാണുക്കൾ നിൽക്കോ? ഇല്ല. ഇത് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്? ഞാൻ ഇതെല്ലാം പരീക്ഷിച്ച ഒരു വ്യക്തിയാണ്. ഒരു ചിരട്ടയിലേക്ക്, ഒരു പാത്രത്തിലേക്ക് മണ്ണെടുത്ത് അതിലേക്ക് കുമ്മായമിട്ട് അതിലേക്ക് മണ്ണിരകൾ ഇട്ട് കഴിഞ്ഞപ്പോൾ വെറും 30 നിമിഷത്തിനുള്ളിൽ ആ മണ്ണിരകൾ മരിച്ചുപോയി, പെടഞ്ഞു പോയി എന്നുള്ളത് വളരെ വേദനാജനകമായി ഞാൻ കണ്ടു. അപ്പൊ അത്തരത്തിൽ നമ്മൾ ചെയ്തു കഴിയുമ്പോൾ മണ്ണിലുള്ള ഇത്തരം ഘടകങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. അതിനെയൊക്കെ തിരിച്ചെടുക്കുവാൻ ക്ഷയത്തിലൂടെ സാധിക്കുന്നു. അതിലൂടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയെ തിരിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നു. സസ്യങ്ങളുടെ രോഗപ്രതിരോധ ശേഷിയെ വീണ്ടെടുക്കാൻ വേണ്ടി സാധിക്കുന്നു. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രിയപ്പെട്ടവരെ. എല്ലാ സസ്യങ്ങൾക്കും മനുഷ്യർക്കുള്ളതുപോലെ പ്രതിരോധ ശേഷികളുണ്ട്. ആ പ്രതിരോധ ശേഷി നഷ്ടപ്പെട്ടു പോകുന്നത് മണ്ണിലുണ്ടാകുന്ന, വേരിലുണ്ടാകുന്ന, നമ്മുടെ സസ്യങ്ങൾക്കുണ്ടാകുന്ന ആരോഗ്യസ്ഥിതിയിലുണ്ടാകുന്ന പ്രോബ്ലം കൊണ്ടാണ്. ഉദാഹരണത്തിന് കൊറോണ ഏറ്റവും കൂടുതൽ ബാധിച്ചവരാരെയാണ്? ഇമ്മ്യൂണിറ്റി കുറഞ്ഞവരെയാണ്, പ്രതിരോധ ശേഷി കുറഞ്ഞവരെയാണ് ബാധിച്ചത്. പക്ഷെ ബാക്കിയുള്ളവർക്ക് ബാധിച്ചിട്ടുണ്ടാവാം, അവരറിഞ്ഞിട്ട് പോലും ഉണ്ടാകില്ല. എന്തുകൊണ്ടാണ്? അവർക്ക് ഇമ്മ്യൂണിറ്റി കൂടുതലുണ്ട്. പ്രിയപ്പെട്ടവരെ, അത്തരത്തിൽ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിച്ചുകൊണ്ട് സസ്യത്തിന്റെ രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിച്ച് നമ്മുടെ ഫംഗസിൽ നിന്നും മറ്റു രീതിയിലുള്ള അറ്റാക്കിൽ നിന്നും രക്ഷപ്പെടുത്തിയെടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നു എന്നതാണ്. അതാണ് ഷേത്ത് എന്ന് പറയുന്ന പ്രോഡക്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. മൂന്നാമത്തെ ഘടകമാണ് നമ്മുടെ പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടർ എന്ന് പറയുന്ന സ്റ്റിംറിച്ച് എന്ന് പറയുന്ന പച്ചപ്പിനെ പ്രധാനിക്കുന്ന റൂട്ട് ടു ഫ്രൂട്ട് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഉൽപ്പന്നമാണ് സ്റ്റിംറിച്ച് എന്ന്. എന്താണ് റൂട്ട് ടു ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ? ഒരു സസ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വേര് മുതൽ അതിന്റെ കായ വരെ സ്വാധീനിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത്. അതിന്റെ പച്ച ബോട്ടിൽ കാണുമ്പോൾ തന്നെ അറിയാം. അതിന്റെ ഹരിതാപത്തെ, പ്രകാശ സംശ്ലേഷണം വരെ കൃത്യമായി നടത്തി അതിന്റെ ഇലകളുടെ സൈസിനെ സ്വാധീനിച്ച് അതിന്റെ കായയുടെ സൈസ് ഒരേ സമയത്ത് ഒരേപോലെ കായ്പിച്ച് ഒരേ ഫസ്റ്റ് ക്വാളിറ്റി കായ നിങ്ങൾക്ക് തരുന്നു. 5 വർഷമായി 6ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്ന ഒരു ജാതിക്ക് ഉപയോഗിക്കുന്ന ഒരു കർഷകനുണ്ട് നമ്മുടെ ഇരിട്ടിയിലെ ഉളിക്കലിലെ പ്രിയപ്പെട്ട ജോസഫ് വിളമന, ഉളിക്കൽ വിളമന ഒക്കെ നമ്പർ നമുക്ക് സേവ് ചെയ്യാം കേട്ടോ. അപ്പോ ആ ഒരു നമ്മുടെ 5 വർഷം തുടർച്ചയായിട്ട് അദ്ദേഹത്തിന്റെ തോട്ടത്തിലേക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, മറ്റു വളങ്ങൾ കൊടുക്കാതെ അവർക്ക് കിട്ടിയ ആ ഗുണങ്ങൾ കൊണ്ട് മാത്രമാണല്ലോ അത് ഉപയോഗിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ നമ്മൾ ഈ ഉൽപ്പന്നങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക, അത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്ന ഉൽപ്പന്നങ്ങളിലൂടെ നമുക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. അതിലൂടെ ഒരേ സമയത്ത് കായ്ക്കുന്നു. അതുപോലെ തന്നെ വൈറ്റ് റൂട്ട്സിനെ അതിന് സ്വാധീനം ചെലുത്തുന്നു. ഒരു കർഷകനാണെങ്കിൽ ആ കർഷകനെ അറിയാൻ പറ്റും, ഒരു സസ്യത്തിന് 2 വേരുകളാണുള്ളത്. ഒന്ന് വെളുത്ത വേര്, രണ്ട് കറുത്ത വേര്. ഈ വെളുത്ത വേരുള്ള പ്രത്യേകത എന്താണ്? സസ്യത്തിന്റെ മുകളിലുള്ള പ്രതലത്തിലുള്ള പോഷകാഹാരങ്ങളെ എത്തിച്ചു കൊടുക്കുന്ന ഒരു വേരാണ് വെളുത്ത വേരുകൾ എന്ന് പറയുന്നത്. കറുത്ത വേരെന്നാണ്? തായ് വേരാണ്. താഴോട്ട് സഞ്ചരിക്കുന്ന ഒരു വേരാണ് കറുത്ത വേര് എന്ന് പറയുന്നത്. ഈ വെളുത്ത വേരുകളെ പ്രോത്സാഹിപ്പിച്ച് സസ്യത്തിന്റെ പ്രതലത്തിലുള്ള പോഷകാഹാരങ്ങളെ കൃത്യമായി എത്തിച്ചു കൊടുത്തുകൊണ്ട് അതിന്റെ കാണ്ഡത്തെ സ്വാധീനിക്കുന്ന, അതിന്റെ ഇലയെ സ്വാധീനിക്കുന്ന, അതിന്റെ ഫലഭൂയിഷ്ഠതയെ സ്വാധീനിക്കുന്ന വളരെ പ്രധാനപ്പെട്ട, മനുഷ്യർക്ക് ഒരു ടോണിക് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന പോലെ ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് സസ്യങ്ങളുടെ ടോണിക് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഉൽപ്പന്നമാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. സ്റ്റിംറിച്ച് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതാണ്. സീഡ് ജെർമിനേഷൻ മുതൽ നമുക്കിത് ഉപയോഗിക്കാം. ഈ സ്ക്രീനിന്റെ ഇടതുഭാഗത്ത് 2 പിക്ചർ കാണുന്നതാവും. അതിന്റെ ഇടതുഭാഗത്ത് നമ്മളിത് ഉപയോഗിക്കുമ്പോൾ 90 മുതൽ 92% വരെ സീഡ് മുളയ്ക്കുന്നത് നമുക്ക് കാണാം. വൈറ്റ് റൂട്ട്സ് ഡെവലപ്പ് ചെയ്യുന്നത് നമുക്ക് കാണാം. ബ്രാഞ്ചസ് കൂടുതലായിട്ട് ഉണ്ടാവുന്നത് കാണാം. ഫ്ലവറിങ് ഒരേ സമയം നടക്കുന്നത് കാണാം. അതുപോലെ നമ്മുടെ കായഫലം ഒരേ സമയം വരുന്നത് കാണാം. മണ്ണിരകൾ പ്രോത്സാഹിപ്പിച്ചത്, ഇതൊക്കെ കുറച്ച് എക്സ്പീരിയൻസ് ആണ് നമ്മുടെ കേരളത്തിലൂടെ ലഭിച്ച കർഷകരുടെ എക്സ്പീരിയൻസ് ആണ്. അതൊക്കെ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ഗ്രൂപ്പുകളിലും അതൊക്കെ നിങ്ങൾക്ക് ഇന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ടാവും. ഇത് നിങ്ങൾ കാണേണ്ടതാണ്. ഒന്ന് നിങ്ങൾ കണ്ടു നോക്കണം എന്തായാലും.
എന്തോ ഒരു എറർ ഉണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മുടെ മണ്ണിരകള് ഇതിപ്പോ പച്ചക്കക്കയും അതുപോലെ നമ്മുടെ പ്രൊഡക്റ്റും ഡോളോമേറ്റും രാസവളവും ഇട്ട് ഒരു 5 പോട്ടിലൂടെ നടത്തിയ ഒരു പരീക്ഷണമാണ്. ഈ പറഞ്ഞ കുമ്മായത്തിലൂടെയൊക്കെ നമ്മുടെ മണ്ണിര നശിച്ചു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇത് നമ്മുടെ കുരുമുളകിന് കിട്ടിയ ഒരു റിസൾട്ടാണ്. മഞ്ഞളിപ്പിൽ ഉണ്ടായിരുന്ന ഒരു മാറ്റത്തിന്റെ റിസൾട്ടാണ്. ഇന്ന് ഇന്റീരിയർ ഗാർഡനിങ് ഒക്കെ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു സമയമാണ്. അതിനുവേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഉൽപ്പന്നമാണ്. അതുപോലെ നെൽകൃഷിയിലേക്ക് കിട്ടിയ റിസൾട്ടാണ്. പച്ചക്കറിയിലേക്ക് കിട്ടിയ റിസൾട്ടാണ്. ഇത്രയുമാണ് നമ്മുടെ പറഞ്ഞ 3 ഘടകങ്ങൾ. ഒന്നാമത്തെ ഘടകം വളപ്രയോഗം, രണ്ടാമത്തെ ഘടകം നമ്മുടെ ഒന്നാമത്തെ ഘടകം മൂലകങ്ങൾ, രണ്ടാമത്തെ ഘടകം വളപ്രയോഗം, മൂന്നാമത്തെ ഘടകം ഗ്രോത്ത് പ്രൊമോട്ടർ. ഇവയെല്ലാം ഒരു കുടക്കീഴിൽ വരുമ്പോൾ സസ്യങ്ങൾക്ക് അതിൻ്റെതായ ഊർജ്ജവും ഉണർവും ലഭിക്കുന്നു. മറ്റു വളങ്ങൾ ഒന്നും കൊടുക്കേണ്ട, ചെലവ് കുറച്ച് നമുക്ക് വളപ്രയോഗം ചെയ്യാം. തടമെടുക്കേണ്ട ആവശ്യമില്ല. സാധാരണയായി മഴയൊക്കെ വരുമ്പോൾ കർഷകൻ ആദ്യം ചെയ്യുന്നത് വലിയൊരു തൂമ്പ മേടിക്കുക, ആ തൂമ്പ എടുത്ത് മണ്ണ് മൊത്തം കിളച്ച് അതിന്റെ വേര് മൊത്തം പൊട്ടിക്കുക. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളൊരു കർഷകനാണല്ലേ, നമ്മളൊരു മനുഷ്യനല്ലേ, നമ്മുടെ ഒരു ഞരവ് മുറിഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം വേദന നമ്മൾ എത്ര ഞരവുണ്ട് നമ്മുടെ ശരീരത്തിൽ. അതുപോലെയുള്ള സസ്യത്തിന്റെ ഒരു വേര് എന്ന് പറയുന്നത്, ആ വേര് നമ്മൾ മുറിച്ചു കഴിയുമ്പോൾ ആ ഒരു വേദന നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ അത്തരത്തിൽ വരാതെ ഒരു മണ്ണിലേക്ക് പൂർണ്ണമായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ചെലവ് കുറച്ച് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ മറ്റൊരു ഉൽപ്പന്നമാണ് ബയോനൈറ്റ് എന്ന് പറയുന്നത്. ആക്റ്റീവ് ഗമ്മറായിട്ട് സ്പ്രെഡറായിട്ട് ഉപയോഗിക്കാം. കീടങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള മരുന്നാണ് ഇൻടാക്ട് എന്ന് പറയുന്നത്. അല്ല, കണ്ണിൽ കാണുന്ന കീടങ്ങളെ. അതുപോലെ തന്നെ നമ്മുടെ ഫംഗസിനെയും വൈറസിനെയും ഒക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നമാണ് റാപ്പപ്പ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ കളകളെ നമുക്ക് നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഓർഗാനിക് ആയിട്ടുള്ള എൻകൗണ്ടർ എന്ന് പറയുന്നത്. ഇത്രയുമാണ് നമ്മുടെ വളപ്രയോഗമായിട്ട് സസ്യങ്ങളുടെ ആരോഗ്യസ്ഥിതിയൊക്കെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഇവിടെയുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുക. ഇത് ഉപയോഗിക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നവർ ശ്രദ്ധിക്കുക. ഒന്ന്, നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ കെമിക്കൽ ഉപയോഗിച്ച ഡ്രം, സ്പ്രെയർ ഒന്നും ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ മണ്ണിലേക്ക് പൂർണ്ണമായിട്ടും അപ്ലൈ ചെയ്യണം തുടങ്ങിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനുണ്ട്. നിങ്ങൾ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ കൃത്യമായി നമ്മൾ അതിന്റെ ഡെവലപ്മെന്റ്സ് അതിന് വരുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇത് കേൾക്കുക എന്നുള്ളതിലുപരി നിങ്ങൾക്ക് എത്ര തോട്ടമുണ്ടെങ്കിലും പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരു ഭാഗത്തെങ്കിലും നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവൂ. നിങ്ങൾക്ക് 1 ഏക്കർ തോട്ടം, 10 ഏക്കർ തോട്ടം ആയിക്കോട്ടെ, അതിനൊരു 10% സ്ഥലത്തേക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുക. എത്ര പൈസ നമ്മൾ വളത്തിന് വേണ്ടി ചിലവാക്കുന്നുണ്ട്? നിങ്ങൾ രണ്ടും കമ്പയർ ചെയ്യൂ ഉപയോഗിച്ചിട്ട്, എന്താണ് ഇതിൽ വരുന്ന മാറ്റം, എന്നിട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യൂ എന്ന ഒരു റിക്വസ്റ്റ് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അപ്പൊ അതാണ് നമ്മുടെ വളപ്രയോഗം. അതുപോലെ മറ്റൊരു ഉൽപ്പന്നമാണ് നമ്മുടെ CFC പ്ലസ് എന്ന് പറയുന്ന പശുക്കൾക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. 10% മുതൽ 15% പാല് വർദ്ധിക്കുന്നു, കൊഴുപ്പ് വർദ്ധിക്കുന്നു തുടങ്ങിയവയൊക്കെ ഇതിൽ വരുന്നതാണ്. അതുപോലെ തന്നെ അടുത്ത് വരുന്നതാണ് നമ്മുടെ മീനുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള, ജലത്തെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, മണ്ണിന്റെ pH ലെവൽ പോലെ തന്നെയാണ് ജലത്തിന്റെ pH ലെവലും. അതുപോലെ ജലത്തിന്റെ pH ലെവലൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നമാണ് അക്വാ ഫീഡ്, അക്വാ ക്ലിയർ, അക്വാ കൾച്ചർ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കാലം മാറുകയാണ്, ജനറേഷൻ മാറുകയാണ്, രോഗങ്ങളും അതുപോലെ തന്നെ വർദ്ധിച്ചു വരികയാണ്. ഒറ്റ റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. നമുക്ക് എന്തുകൊണ്ടാണ് രോഗങ്ങൾ അമിതമായി വർദ്ധിക്കുന്നത് എന്നുള്ളത് നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടായിരുന്ന മാറ്റമാണ്, ഭക്ഷണശൈലിയിൽ ഉണ്ടായിരുന്ന ഒരു മാറ്റമാണ്. തീർച്ചയായിട്ടും ആ ഒരു ഭക്ഷണശൈലി, കെമിക്കൽ അടങ്ങിയ പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആ ഒരു ഭക്ഷണശൈലിയെ മാറ്റം വരുത്തുവാൻ വേണ്ടി, നല്ലൊരു നാളേക്ക് വേണ്ടി, നല്ലൊരു തലമുറയെ വാർത്തെടുക്കുവാൻ, നെക്സ്റ്റ് ജനറേഷന് വേണ്ടി നമുക്ക് കൈകോർക്കാം. ഇതൊരു അവയർനെസ് പ്രോഗ്രാമാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ചെറിയ ഭാഗത്തെങ്കിലും, നിങ്ങൾ രാസവളം ഉപയോഗിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള ഉപയോഗിക്കുമ്പോഴോ ആ ചാക്കിന്റെ പുറത്ത് തന്നെ എഴുതിയിട്ടാണ് ഡേഞ്ചർ എന്നുള്ളത്. നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ പുറത്ത് 100% ഇക്കോ ഫ്രണ്ട്ലി എന്ന് എഴുതിയ ബോർഡോട് കൂടിയിട്ടാണ് നിങ്ങൾ പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുക എന്നുള്ളത് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, ഒരുപക്ഷെ ഇത് ഉപയോഗിച്ച ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ എക്സ്പീരിയൻസ് കൂടെ ഷെയർ ചെയ്യണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. കൂടുതൽ വിവരങ്ങൾക്ക് എന്റെ ഫോൺ നമ്പർ പറയാം. എന്റെ പേര് നിതീഷ് കണ്ണൂരാണ്. ഫോൺ നമ്പർ 8547666622, 8547 66 66 22. ഫോൺ നമ്പർ ഞാൻ ചാറ്റിൽ ടൈപ്പ് ചെയ്യുന്നുണ്ട്. 8547 66 66 22. അതാണ് എന്റെ നമ്പർ വരുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. ഏത് സമയത്തും ഞാൻ അവൈലബിൾ ആയിരിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അൺമ്യൂട്ട് ചെയ്തുകൊണ്ട് ചോദിക്കാം. ഞാൻ ഇത് എന്നെ ശ്രവിച്ച എല്ലാവർക്കും സ്നേഹപൂർവ്വം നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് നിർത്തട്ടെ. ജയ് ഹിന്ദ്, ജയ് NSF. താങ്ക് യു.
സാറേ ഞാനൊരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. കേൾക്കാമോ? കേൾക്കാമോ പറയുന്നേ? ഹലോ, പറയുന്നത് കേൾക്കാമോ? ഹലോ. ഞാൻ ഒരു ഡൗട്ട് ഒന്ന് ചോദിച്ചോട്ടെ. ചോദിക്കോ, പേര് സ്ഥലം ഒന്ന് പറഞ്ഞോളൂ. എന്റെ റാന്നി തോമസ്. ഓക്കെ. ഞാൻ ഒരു പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടെ ഒന്ന് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട് ഇനിയും. പിന്നെ ഞാനൊരു ഡൗട്ട് ഉള്ളത്, നമ്മൾ നീ കുപ്പിക്കകത്ത് അതിന്റെ ഉപയോഗക്രമം ഒരു ലഘുലഘു സാധാരണ കാണുന്നതാണ്. ഇതിനകത്ത് അങ്ങനെ ഒന്നുമില്ല. അപ്പൊ ചെറിയ പല പല മരങ്ങളും ചെറിയ പ്രായത്തിൽ പല പല വ്യത്യസ്തമായ പ്രായത്തിലുള്ള മരങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. അതിന് ഒഴിക്കേണ്ടതെന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻ നിങ്ങളുടെ ഈ കുപ്പിക്കകത്തല്ല. അതൊരു അപകടമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവർക്കൊന്നും അറിയത്തില്ല ഇതെന്ത് ചെയ്യണമെന്നുള്ളത്. എനിക്കെന്നെ ഡൗട്ട് വന്നു. പണ്ട് സാറിനോട് ഞാൻ വാങ്ങിച്ചതാ. അന്നേരം പറഞ്ഞു വന്നു. പിന്നെ നമ്മളത് മറന്നുപോയി. എത്ര ചെറിയ മരത്തിന് എത്ര, അല്ലെങ്കിൽ ചെറിയ പ്ലാന്റിന് എത്ര, വലിയ പ്ലാന്റിന് എത്ര ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്തുകൊണ്ടാണ് അതിൻ്റെ അകത്തൊരു ഉപയോഗക്രമം അതിൻ്റെ അകത്ത് എഴുതി വെക്കാത്ത എന്നുള്ള ഡൗട്ട് എനിക്കുണ്ട്. മറ്റേത് ഏത് വാങ്ങിച്ചാലും അങ്ങനെ ഉപയോഗക്രമം കാണും, എങ്ങനെ അതിന്റെ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഇതിന് മാത്രം അങ്ങനെ കാണുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ നിങ്ങൾ ചെയ്യാത്തത്? ഓക്കെ, താങ്ക് യു സാർ. തോമസ് സാർ റാന്നി. സാറ് എൻ്റെ അടുത്ത് തന്നെയാണ് പ്രൊഡക്റ്റ് എടുത്തത്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തന്നിട്ടുണ്ടോ? എന്നോട് അന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ മറന്നു പോകുമല്ലോ. പിന്നെ പല പല അന്ന് വാങ്ങിച്ചിരിക്കുന്നത് ഞാൻ കുറച്ച് ഓക്കെ. ജാതിക്ക് ഇടാൻ വേണ്ടിയാ. പിന്നെ എനിക്ക് കുരുമുളകുണ്ട്, അതിന്റെ സമയം എന്റെ ഇരിപ്പുണ്ട്. അപ്പം പിന്നെ ഓക്കെ ചെറിയ മരങ്ങൾക്കോ ചെറിയ കുരുമുളകിനോ തൈക്കോ സാറേ, ഒക്കെ ഇന്ന് അത് മറ്റൊന്നും കൊണ്ടല്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇന്ന് ഇന്ത്യയിൽ 62,515 ക്രോപ്പുകളാണ് ഉള്ളതെന്നാണ് പൊതുവെ ഉള്ള ഒരു പഠനങ്ങൾ പറയുന്നത്. എത്ര ഒഴിക്കണമെന്ന് അറിയത്തില്ല. അതായത് അതിന് ഓരോ അതാ സാർ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ 65,000 ക്രോപ്പുകൾ ഞാൻ ഇന്ന് കേരളത്തിലുള്ള 100-100-ലധികം ക്രോപ്പുകൾക്ക് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. കൃത്യമായിട്ട് അവിടെ എത്തിക്കഴിയുമ്പോൾ വാട്സപ്പിലൂടെ വോയിസ് ആയിട്ടും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിലൊക്കെ അവർ ഗൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ബുക്ക്ലെറ്റ് നമുക്ക് അടിക്കാൻ പറ്റില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിക്കുന്നതിൽ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. കാരണം ഓരോ വിളകൾക്ക് കൊടുക്കുന്നതും വ്യത്യസ്തമാണ്. ഉദാഹരണത്തിന് ഒരു മനുഷ്യനെ നമുക്ക് കമ്പയർ ചെയ്ത് നോക്കി അല്ല കഴിഞ്ഞാൽ, അതിന്റെ പറയാം, അതൊരു ആവശ്യം. അപ്പൊ നമ്മൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ ഒരു സാധനം വാങ്ങിച്ചു, ഇത് നമ്മുടെ എന്റെ ഇപ്പൊ അന്ന് അതെ, ഞാൻ വാങ്ങിച്ചത് ഞാൻ പറയുന്നത് സാർ, ഒരു ഇരിപ്പുണ്ട്. ആ, മനുഷ്യനെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെറിയ കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിന് പോലെയല്ല വലിയവർക്ക് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ ഏത് സമയത്തും നമ്മൾക്ക് അതിന്റെ ഗൈഡ് ലൈൻസ് തരാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാവുന്നത് കൊണ്ടും ഇന്ന് എല്ലാ ക്രോപ്പുകളുടെയും ഗൈഡ് ലൈൻസ് നമുക്ക് അതിലൂടെ വെക്കാൻ പറ്റാത്തത് കൊണ്ടുമാണ് നമ്മൾ അത് വെക്കാത്തത്. സാർ ഇപ്പൊ എൻ്റെ അടുത്ത് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ കൃത്യമായി ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് പറയും. ഇപ്പൊ സാറ് പറഞ്ഞു ഞാൻ അത് പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് സാറ് പറഞ്ഞു. സാർ അത് പറഞ്ഞിട്ടുണ്ട്. നോട്ട് ഉണ്ട് ചെയ്ത് ഉണ്ട്. വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള ബുദ്ധിമുട്ടെല്ലാം കഴിച്ചു. ഞാനിപ്പോ അല്ലല്ല. ബുക്ക്ലെറ്റ് അടിച്ചു കഴിഞ്ഞാൽ സാറിന്റെ നിന്ന് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അത് പോയത് തന്നെയാണല്ലോ സാർ. അല്ല, അതൊരു പരിഹാരമൊന്നുമല്ല. സാധാരണ എല്ലാത്തിനും ഏത് വെച്ചാലും ഡിസ്ക്രിപ്ഷൻ കാണിക്കും. ഏത് പ്രൊഡക്റ്റിന് ഡിസ്ക്രിപ്ഷൻ ഒരു പോയിട്ടുണ്ട്. നിങ്ങളെ പറഞ്ഞ് അംഗീകരിക്കുന്നില്ല. ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ ഒരു അതുണ്ട്. അത് തീർച്ചയായിട്ടും അത് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ഇത് അതിന്റെ പറഞ്ഞു തരുന്നുണ്ട്. ഓൺലൈൻ ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ കറക്റ്റ് ആയിട്ട് സെൻഡ് ചെയ്ത് തരുന്നുണ്ടല്ലോ അതൊന്നും സാർ. അത് പറഞ്ഞ ആ പോയിന്റോട് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഏത് പ്രൊഡക്റ്റിന് എങ്ങനെ ഉപയോഗക്രമം അതും ഉണ്ടാകും. പിന്നെ ഉപയോഗക്രമം അതിൽ അതില്ലാതെ എഴുതിയിട്ടുണ്ടല്ലോ നിങ്ങൾ സാർ. ആ ബോട്ടിൽ എടുത്ത് പറഞ്ഞു നോക്കൂ തരുന്നുണ്ട്. സാർ. പക്ഷെ ഒരു എനിക്ക് ലിറ്റർ ഡൗട്ട്. വെള്ളത്തിൽ, ഒരു ആ, മിനിറ്റ് സാർ, 1 ലിറ്റർ വെള്ളത്തിൽ ഇത്ര ml ആഡ് ചെയ്യണം, എല്ലാം അത് എത്ര ലിറ്ററിലേക്ക് ഉണ്ട് എല്ലാം അതിൽ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ സാർ, ബോട്ടിന്റെ മുകളിൽ. ബോട്ടിന് മുകളിൽ ഞാൻ കണ്ടില്ല. യാമാച്ച് ബോട്ട് എന്നൊന്നും കണ്ടില്ല. എനിക്ക് സാറ് പറഞ്ഞു തരുമായിരുന്നു എനിക്ക് ഇങ്ങനെ ഒന്ന് ചെയ്യണം ചെക്ക് ചെയ്ത് എന്നുള്ളത്. നോക്കിയാൽ മതി. പക്ഷെ ഓരോ ക്രോപ്പിനും അവരവർക്ക്, കാരണം എനിക്ക് ഇരുന്ന് ഇവിടെ ഉള്ളത് റബ്ബറും തെങ്ങും കവുങ്ങാണ്. സാറിന് അവിടെ ഉള്ളത് ജാതിയും അതുപോലെ കുരുമുളകുമാണ്. അപ്പൊ അത് നമ്മൾ നേരിട്ട് അതുകൊണ്ടാണ് പോവുകയും അവർക്കുള്ള രീതികൾ അതിലൂടെ ടൈപ്പ് ചെയ്ത് നമ്മൾ അയച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ ഓക്കെ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ, സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ പറയാം. സാറിനെ ഒന്നുമില്ല, തോമസ് സാറിനെ ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് പറഞ്ഞില്ല. ഉപയോഗിച്ചൊരു കുഴപ്പമില്ല. പ്രയോജനമുണ്ട്. എനിക്ക് ഓക്കെ അതുകൊണ്ട് ഓക്കെ. കുറച്ചുകൂടി ഉപയോഗിക്കാൻ വേണ്ട ചെറിയ അപ്പൊ വ്യത്യസ്തമായ പ്ലാന്റ് എനിക്കുണ്ട്. അപ്പൊ ചെറിയ സാർ പിന്നെ എല്ലാ പ്ലാന്റിനും, സാർ ഏത് പ്ലാന്റ് പറഞ്ഞു കഴിഞ്ഞാലും ഒന്നിക്ക് നമ്മൾ നേരിട്ട് വന്ന് നമ്മൾ കൈകാര്യം ചെയ്തു തരും. അല്ലെങ്കിൽ ഫോണിലൂടെ സാർ എത്ര വർഷമുള്ള പ്ലാന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇന്ന് വള്ളി, അതായത് കുരുമുളകിനെ എടുക്കുകയാണെങ്കിൽ ആ കുരുമുളകിന് തന്നെ നമുക്ക് 1 ലിറ്റർ മുതൽ 5 ലിറ്ററോ 10 ലിറ്റർ വരെ ഒഴിക്കേണ്ട സൈസിലേക്ക് വരുന്നുണ്ട്. അപ്പൊ സാറ് എടുക്കുമ്പോൾ തന്നെ ഒരു വ്യക്തി, ഇപ്പൊ ചാക്കോച്ച സാർ എന്ന് പറയുന്ന കോട്ടയത്തുള്ള വ്യക്തി എടുത്തത് ഇന്ന് 2 ലക്ഷം രൂപയുടെ പ്രൊഡക്റ്റ് ആണ്, 1.80. അപ്പൊ അദ്ദേഹത്തിന് ഉള്ള ഓരോ വിളകളും എന്നോട് പറഞ്ഞു അതിന് ഇത്ര ലിറ്റർ വെച്ചിട്ടാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. അപ്പൊ അവരവിടെ മെൻഷൻ ചെയ്ത് വെച്ചു. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ അത് ഫോളോ അപ്പ് ചെയ്യും. ഇനിയിപ്പോ അവിടെ ഉപയോഗിക്കുമ്പോൾ ഞാൻ പോവും. അപ്പൊ അങ്ങനെയാണ് നമ്മളത് ഇത് ആ, കമ്പനി ഓക്കെ ഓക്കെ.
ഓക്കെ ഓക്കെ, ഞാൻ വിളിച്ചോളാം. ഞാനിപ്പോ പുതിയ ഐറ്റം വരുമ്പോൾ ഞാൻ വിളിക്കാം. സംശയമുള്ളപ്പോൾ തീർച്ചയായിട്ടും വിളിച്ചോളാം. തീർച്ചയായിട്ടും. കാരണം നമ്മളത് പോവുക, നേരിട്ട് പറയുക. നമ്മുടെ കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത് നമ്മൾ 100% കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ്. കാരണം അത് എല്ലാ ക്രോപ്പിനും ഒരേപോലെ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമുക്കിപ്പോൾ ഏലത്തെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ 5 ചിമ്പ് മുതൽ 100 ചിമ്പ് വരെയുള്ള ഏലമുണ്ട്. അപ്പൊ ഇത് ഇത്രയും ക്രോപ്പുകളിലേക്ക് നമുക്ക് അത് എത്തിക്കാൻ വേണ്ടി സാധിക്കാത്തത് കൊണ്ടാണ് നമ്മളത് ഓരോ പേഴ്സണും, അതായത് ഇപ്പൊ സാറിനുള്ള പിന്നെ 3 ക്രോപ്പാണെങ്കിൽ ആ 3 ക്രോപ്പിന് കൃത്യമായിട്ടുള്ള അഡ്വൈസ് ഞാൻ തന്നാൽ മതിയല്ലോ. അത് മതി, അത് മതി, അത് മതി. അതെ അതെ, അതാണ് നമ്മളത് ഫോളോ ചെയ്യുന്നത് സാർ. ഓക്കെ, താങ്ക് യു സാർ. എന്തായാലും ഉപയോഗിച്ചത് വളരെ നല്ല എഫക്റ്റ് ഉണ്ട്. താങ്ക് യു സാർ, താങ്ക് യു. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഈ മീറ്റിംഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. കാരണം എല്ലാ ശനിയാഴ്ചകളും കുറച്ച് നാളായി, 2 മാസമായിട്ട് നമ്മൾ ഈ മീറ്റിംഗ് നടക്കാൻ വേണ്ടി സാധിച്ചില്ല റെഗുലറായിട്ട്, കുറച്ച് ബുദ്ധിമുട്ടുകൾ കാരണം. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് എല്ലാ ആഴ്ചയിലും 2 മീറ്റിങ്ങുകൾ റെഗുലറായിട്ട് ഉണ്ടാകും. അപ്പോൾ ഇതിൽ ഒന്നുകൂടെ പറയാനുള്ളത്, നിങ്ങൾ മാത്രമല്ല, മറിച്ച് ഇത് ഉപയോഗം കിട്ടുമ്പോൾ, ഇതിന്റെ പ്രയോജനം ലഭിക്കുമ്പോൾ മറ്റ് കർഷകരിലേക്കും കൂടെ ഇത് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമകരമായ ഒരു ദൗത്യം നമുക്ക് മുന്നിലുണ്ട്. കാരണം കംപ്ലീറ്റ് ഓർഗാനിക് കൃഷിയെ നമുക്ക് പരിപോഷിപ്പിക്കേണ്ട വളരെ വലിയ ഒരു ഉത്തരവാദിത്വം ഇന്ന് നമ്മൾക്കിടയിൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. കുട്ടപ്പക്കുറുപ്പ് സർ, എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സന്തോഷ് സാർ, സന്തോഷ് കുമാർ. ഹലോ, പിന്നെ 3 തവണയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കുട്ടപ്പ സാർ, എവിടുന്നാണ്? സ്ഥലം ഒന്ന് പറയാവോ? കോഴിക്കോട് കാക്കൂർ പഞ്ചായത്ത്. ഓക്കെ, ഇപ്പൊ 3 തവണയായിട്ട് പറയുമ്പോൾ 3 വർഷമാണോ അല്ല 1 വർഷമാണോ? ഒരു വർഷത്തിൽ ഇപ്പൊ ഞാൻ 3 പ്രാവശ്യം ഉപയോഗിച്ചു. 3 വർഷം ഉപയോഗിച്ചു. ഏതൊക്കെ വിളകൾക്കാണ് ഉപയോഗിച്ചത്? തെങ്ങിനെ ഉപയോഗിച്ചുള്ളൂ. കവുങ്ങ്, കുരുമുളക് ഉപയോഗിക്കാനുണ്ട്. ഇതിന്റെ റിസൾട്ട് നോക്കിയിട്ട് ഉപയോഗിക്കാതെ വിചാരിക്കുന്നത്. ഒരു 100% വിജയമായിട്ടില്ല, പക്ഷെ എങ്കിലും കുറച്ചൊരു മെച്ചമുള്ള പോലെ തോന്നുന്നുണ്ട്. ഓക്കെ, ഇതിപ്പോ നമ്മൾ 1 വർഷം ആവുന്നേ ഉള്ളൂ. അതെ, നമ്മൾ തെങ്ങിന് എത്ര ലിറ്റർ വെച്ചിട്ടാണ് ഉപയോഗിച്ചത്? തെങ്ങിന് 10 ലിറ്റർ. 10 ലിറ്റർ വെച്ച് 5 കൊടുത്തു. സാറിന് എന്താണ് പ്രയോജനം? 100% പ്രയോജനത്തിൽ എത്തില്ല എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ പ്രോബ്ലം ഫീൽ ചെയ്യുന്നത്? ഇപ്പോ പുതുതായിട്ട് കൊല വരുന്ന തെങ്ങിനെ കായ പിടിക്കുമ്പോൾ തോന്നുന്നില്ല. ചിലതൊക്കെ മച്ചിങ് ഇല്ലാതെ പോലെ തോന്നുന്നത്. മച്ചിങ്ങ പൊളിച്ചിലും അങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പൊട്ടാഷിന്റെ അഭാവം കൊണ്ട് കുറച്ച് പൊട്ടാഷ് അധികം കൊടുക്കണം. കാരണം തെങ്ങിന് പ്രത്യേകിച്ച് നമ്മൾ പൊട്ടാഷ് അധികം കൊടുക്കണം എന്നുള്ളത് പണ്ടേ നമ്മൾ പറയുന്നതാണ്. പൊട്ടാഷ് മാത്രമായിട്ട് കൊടുക്കല്ലേ? പൊട്ടാഷ് മാത്രമായിട്ട്, അതായത് നമ്മളിൽ തന്നെ ഉള്ള പൊട്ടാഷ് സാധാരണ ഉപയോഗിക്കുന്ന 2-4 മില്ലി അഡീഷണൽ കൊടുത്താൽ മതി. സാധാരണ 2 മില്ലി ഉപയോഗിക്കുമ്പോൾ ഒരു 4 മില്ലി പൊട്ടാഷ് മാത്രം അഡീഷണൽ കൊടുക്കുക. ഞാൻ ഒരു ബോട്ടിൽ പൊട്ടാഷ് അധികം വാങ്ങിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഇത്തവണ സ്റ്റിംറിച്ച് വാങ്ങിയിട്ടില്ല. NPK-യും ക്ഷേത്രയും വാങ്ങിയിട്ടുള്ളൂ. സാർ, ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 5 കൂടെ ഉപയോഗിക്കണം. കഴിഞ്ഞ പ്രാവശ്യം സ്റ്റിംറിച്ച് ഉപയോഗിച്ചോ? കഴിഞ്ഞ പ്രാവശ്യം ഉപയോഗിച്ചാണ്. 2 തവണ സ്റ്റിംറിച്ച് ഉപയോഗിച്ചു. സ്റ്റിംറിച്ചിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, സ്റ്റിംറിച്ച് റൂട്ട് ടു ഫ്രൂട്ട് ആയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ്. ഈ ഫ്രൂട്ടിനെയൊക്കെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു പദാർത്ഥമാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത്. അത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ്. കാരണം വെളുത്ത വേരുകളെ പ്രോത്സാഹിപ്പിക്കും. ഈ പറഞ്ഞ രീതിയിൽ മണ്ടരി പോലുള്ള ചെറിയ തേങ്ങകൾ ഉൾക്കാമ്പ് വർദ്ധിപ്പിക്കാനൊക്കെ സാധിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് സ്റ്റിംറിച്ച്. വളരെ ഒരു മനുഷ്യന് ടോണിക് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന പോലെ സസ്യങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ടോണിക് എന്ന് തന്നെ പറയാം നമുക്ക് സ്റ്റിംറിച്ചിനെ. വാങ്ങി ഉപയോഗിച്ചു നോക്കാം. കഴിഞ്ഞ 2 തവണ ഉപയോഗിച്ചാണ് സ്റ്റിംറിച്ച്. ഇത്തവണ വാങ്ങിയിട്ടില്ല. NPK-യും ക്ഷേത്രവും വാങ്ങിയിട്ടുള്ളൂ. അല്ല സാർ, 2 തവണ ഉപയോഗിച്ചിട്ടുള്ളൂ അല്ല 3 തവണ ആയോ? 3ാമത്തെ തവണ ഉപയോഗിച്ചത്. ഇപ്പൊ ഒഴിക്കുന്നേ ഉള്ളൂ. അതെ. സാറേ, ഈ തെങ്ങിനെ സംബന്ധിച്ചൊക്കെ ആണെങ്കിൽ പുതിയ കൊലകൾ വരാൻ തന്നെ ഏകദേശം 1 വർഷം എടുക്കുന്നതാണ് പറയുന്നത്. അപ്പൊ നമ്മൾ മിനിമം 1 വർഷം ഉപയോഗിച്ച് അതിന്റെ ലെവലിലേക്ക് എത്തുമ്പോഴേ, ഇപ്പൊ 3 പ്രാവശ്യം ഉപയോഗിക്കുന്നു എന്ന് സാറ് പറയുമ്പോൾ 8 മാസേ ആയിട്ടുള്ളൂ. അല്ല, 8 മാസമല്ല, കഴിഞ്ഞ സീസണിലാണ്. കഴിഞ്ഞ സീസണിൽ ഉപയോഗിക്കുന്നതാണെങ്കിൽ ഇപ്പൊ 4ാമത്തെ തവണ യൂസ് ചെയ്യണം. 4ാമത്തെ തവണ. ഇത് വർഷത്തിൽ 3 തവണയാണ് യൂസ് ചെയ്യേണ്ടത്. 4 മാസത്തെ ഇടവേളകളിൽ വർഷത്തിൽ 3 തവണയാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ കഴിഞ്ഞ ജൂണിൽ സാറ് കൊടുത്തതാണെങ്കിൽ കൃത്യമായിട്ട് ഇപ്പൊ നമ്മുടെ സൈക്കിൾ എന്ന് പറയുന്നത് 4ാമത്തെ തവണയാണ്.
അതെ പിന്നെ 3 തവണ വാങ്ങിയുള്ളൂ. അതായത് ഒരു തവണ വാങ്ങുമ്പോൾ ഞാൻ 20 തെങ്ങിനെ ഉപയോഗിക്കുന്നുള്ളൂ. ആ ഒരു അപ്പൊ തവണ ബാക്കി വാങ്ങിയ ഏതെങ്കിലും തെങ്ങ് ഉപയോഗിക്കാതെ വെച്ച ഏതെങ്കിലും തെങ്ങുണ്ടോ? ഉണ്ട്. ഇപ്പൊ അത് 20 നമ്മൾ തെങ്ങിന് കമ്പയർ ചെയ്യുമ്പോൾ അത് വലിയ മാറ്റം തോന്നുന്നില്ല. അതാ പറയാൻ കാരണം. പിന്നെ സാറ് കുറച്ച് മെച്ചമുണ്ട് എന്ന് പറഞ്ഞതോ? അതായത് ചെറിയൊരു വ്യത്യാസം തോന്നുന്നുണ്ട്. അതാണ്. ആ അത് വരും സാർ, അത് വരും എന്തായാലും. തീർച്ചയായിട്ടും സാർ ഉപയോഗിക്കൂ. അത് അതിന്റെ രീതി ചെറിയൊരു മെച്ചം കാണുന്നുണ്ട് എന്ന് പറയുമ്പോ എന്തായാലും അതൊരു മാറ്റം തന്നെയാണല്ലോ. ആ ആ ഓക്കെ. പിന്നെ pH ഇതുകൊണ്ട് കൺട്രോൾ ആകുമല്ലേ? pH കൺട്രോൾ ഉണ്ടോ? ആകുമല്ലോ അല്ലേ? ആ ടെസ്റ്റ് ചെയ്ത് pH നോക്കിയില്ല. കൺട്രോളിലേക്ക് വരും. ഇതിന്റെ പുറമെ വേറെ ഏതെങ്കിലും വളങ്ങൾ കൊടുക്കാറുണ്ടോ? ഞാൻ മറ്റേ ജൈവവളം കൊടുക്കാറുണ്ട്. ജൈവവളം കൊടുക്കാറുണ്ട്. കുമ്മായം കൊടുക്കാറുണ്ടോ? കുമ്മായം കൊടുത്തില്ല. ഇത് ഉപയോഗിച്ചാൽ കുമ്മായം കൊടുക്കാറില്ല. ആ ഇത് കുമ്മായം ഒരു കാരണവശാലും കൊടുക്കരുത്. പിന്നെ മറ്റു വളങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വളങ്ങൾ ഉപയോഗിച്ചതിന് 15 ദിവസം ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ആ ആ അതിന് മറ്റു വളങ്ങൾ ഉപയോഗിച്ചതാണെങ്കിൽ ഒരു 15-20 ദിവസത്തിന് ശേഷം മാത്രമേ നമ്മുടെ വളങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ആ ആ ചാണകമൊക്കെ കൊടുക്കാറല്ലേ? ചാണകപ്പൊടി ഇതിന് കൊടുത്തിട്ടുണ്ട്. ചാണകപ്പൊടി ചാണകപ്പൊടിയൊക്കെ കൊടുക്കാം. പക്ഷെ ചാണകപ്പൊടിക്ക് തുല്യമായതാണ് നമ്മുടെ ക്ഷേത്രം എന്ന് പറയുന്ന പ്രൊഡക്റ്റ്, കറുത്ത ബോട്ടിൽ. ശരിയാ. ആ ഏതായാലും ഞാൻ സംശയം വിളിക്കാം. നമ്പറിൽ വിളിക്കുന്നുണ്ട്. ഓ തീർച്ചയായും നമ്പർ ഉണ്ടല്ലോ അല്ലേ? നമ്പറുണ്ട്. കുരുമുളകും കൊടുത്തില്ല. കുരുമുളക് ഉണ്ട്, കൊടുക്കാൻ തുടങ്ങി റെഡി വിചാരിക്കുകയാണ്. അത് വെറുതെ ഒഴിച്ചു കൊടുത്താൽ മതിയോ? ആ അളന്ന് ചുവട്ടിലേക്ക് എടുക്കാതെ ഒഴിച്ചു കൊടുത്താൽ മതി. പക്ഷെ അത് വലിപ്പം എന്ന് പറയണം, അതിന്റെ സൈസിനനുസരിച്ച് വേണം ഉപയോഗിക്കാൻ വേണ്ടി, ലിറ്റർ കണക്ക്. ആ ആ ഓക്കെ. അത് കവുങ്ങിനാണുള്ളത്. കവുങ്ങിനാണ് കുരുമുളക് ഉള്ളത്. അപ്പൊ രണ്ടിനും ഒന്നിച്ചു കൊടുക്കാമല്ലോ അല്ലേ? രണ്ടിനും ഒന്നിച്ചു കൊടുക്കാം, ഒന്നിച്ചു കൊടുക്കാം. ആ എവിടെയാന്ന് കുരുമുളക് എവിടെയാ നട്ടിട്ടുള്ളത്? കവുങ്ങിനാണ്. കവുങ്ങിനാണെങ്കിൽ കവുങ്ങ് ഓൾറെഡി കായ്ക്കുന്നതാണോ? അല്ല കായ്ക്കതാണ്. കായ്ക്കുന്നതാണെങ്കിൽ കവുങ്ങ് എത്ര വർഷം പ്രായതാ? കവുങ്ങിന് 25-30 വർഷം പ്രായമായതാണ്. കവുങ്ങിന് ഒഴിക്കുന്നതിനെക്കാട്ടി ഡബിൾ ഒഴിക്കേണ്ടി വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ട് സസ്യല്ലേ? അതെ, ഡബിൾ ഓക്കെ. കൊടുക്കാം. അപ്പൊ അത് ഒഴിക്കുന്നതിൽ വ്യത്യാസം വരും. 4 ലിറ്റർ കവുങ്ങിന് ഒഴിക്കുന്നതാണെങ്കിൽ കുരുമുളകിന് 3 ലിറ്റർ ഒഴിക്കുന്നതാണെങ്കിൽ ഒരു 7 ലിറ്ററോളം ഒഴിച്ചു കൊടുക്കണം. ആ ആ അത് ചെയ്യാം. ഓക്കെ ഓക്കെ. അത് പറഞ്ഞാൽ മതി സാർ. വാട്സാപ്പിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി, ഞാൻ കൃത്യമായി ഫോളോ അപ്പ് ചെയ്ത് തരാം. ഓക്കെ ഓക്കെ. ഓക്കെ താങ്ക് യു സാർ, താങ്ക് യു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? സന്തോഷ് സാർ ഇവിടെ. സന്തോഷ് സാർ. നിതീഷ് സാറേ നമസ്കാരം. സന്തോഷ് സാർ നമസ്കാരം. സന്തോഷ് സാർ നമസ്കാരം. ഒന്ന് അഭിപ്രായങ്ങളൊക്കെ പറയൂ സാർ. എനിക്ക് കുറച്ച് പ്രൊഡക്റ്റ് വേണം, ഞാൻ ഓർഡർ ചെയ്യാം കേട്ടോ. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. സാർ ഉപയോഗിക്കാൻ തുടങ്ങിയത് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളതൊന്ന് പറഞ്ഞൂടെ? കുഴപ്പമില്ല, ഞാനിപ്പോ 2-3 വർഷമായിട്ട് ഉപയോഗിക്കുന്നതാണല്ലോ. അതെ അതെ അതെ. അല്ല, നമ്മൾക്ക് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കർഷകർക്ക് ഒരു എക്സ്പീരിയൻസ് ഷെയറിംഗ് ആണല്ലോ. ഞാൻ അത് ഉപയോഗിച്ചതിന് ശേഷം വേറെ ഇന്നേ വരെ ഒരു വളങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. ഓക്കെ സാർ, എന്തൊക്കെ വിളകൾക്ക് ഉപയോഗിക്കുന്നത്? എനിക്ക് റംബുട്ടാനുണ്ട്, തെങ്ങുണ്ട്, കടക്കാമരുണ്ട്, പിന്നെ വാഴ, ചെറിയ ചെറിയ വാഴ, പയറ് എല്ലാത്തിനും ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ. സാറിന്റെ സ്ഥലം വരുന്നത്? സ്ഥലം ചാലക്കുടി. ചാലക്കുടി. ഓക്കെ ഓക്കെ. അപ്പൊ ചാലക്കുടിയിൽ ഏകദേശം 3 വർഷമായിട്ട് തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതുപോലെ 5 വർഷങ്ങളും 4 വർഷമായിട്ടും 3 വർഷമായിട്ടും 2 വർഷമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇദ്ദേഹത്തിനൊക്കെ നമ്പർ തരാം, സംസാരിക്കാം നിങ്ങൾക്ക് നേരിട്ട്. എന്നിട്ട് ഈ വളങ്ങൾ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കാം. അപ്പൊ വേറെ ആർക്കെങ്കിലും? സന്തോഷ് സാറേ, താങ്ക് യു വെരി മച്ച്. ഓക്കെ ഓക്കെ. ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും പറയാം. നമുക്ക് 2 മിനിറ്റും കൂടെയാണ് ബാക്കിയുള്ളത്. ഇല്ലേ നമുക്ക് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാം. സാറേ ഒരു ഡൗട്ട് ഞാൻ ചോദിച്ചോട്ടെ? തോമസ് ആണ് റാന്നിന്ന്. ഓ പറയൂ സാർ. ഇപ്പൊ നമുക്ക് ഇപ്പൊ തൈ ഞാൻ ചോദിച്ചത്, നമുക്ക് കുരുമുളക് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, 1500 മൂട് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അടിവളം സാധാരണ നമ്മൾ സാധാരണ പറഞ്ഞിരിക്കുന്നത് കൃഷി വകുപ്പിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് അടിവളം ഉപയോഗിക്കണം, അടിവളം ചെയ്യണം എന്നാ പറഞ്ഞത്. അപ്പൊ മുമ്പേ പറഞ്ഞ പോലെ നമുക്ക് ഈ ചാണകമൊക്കെ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് അത്. നമ്മുടെ ഈ വളം തന്നെ അടിവളമായിട്ട് വേറെ ഇല്ലാതെ ഇത് തന്നെ ആദ്യം തൊട്ട് തന്നെ കൊടുക്കാൻ പറ്റുമോ? പിന്നെ അങ്ങ് ചെയ്യാം, അതോ നമ്മള് അവര് പറയുന്ന അടിവളം ഉപയോഗിക്കണോ? ചാണകവും ആട്ടും കാഷ്ടവും പിന്നെ എല്ലുപൊടിയും ഒക്കെ ചേർക്കണം അടിവളം സാറിന് അവിടെ ആൾക്കാർ ഉപയോഗിക്കുന്നത്. അപ്പൊ അത് ഉപയോഗിക്കാതെ നമ്മൾ ഇത് തന്നെ തുടക്കത്തിലേ ആരംഭിക്കാൻ കുഴപ്പമുണ്ടോന്നാ ചോദിച്ചത്. പറഞ്ഞല്ലേ ക്ഷേത്രമൊക്കെ നമ്മുടെ ചാണകമാന്ന് പറഞ്ഞല്ലേ? അതെ അതെ, നല്ലൊരു ചോദ്യമാണ് സാർ, നല്ലൊരു ചോദ്യമാണ്. ഇന്ന് എല്ലാ കർഷകരും അനുഭവിക്കുന്ന നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ്. അപ്പൊ എന്തായാലും ഇവിടെ ചോദിച്ചതിൽ വളരെയധികം നന്ദിയുണ്ട്.
അപ്പൊ ഒന്നുമില്ല, നമുക്ക് അടിവളം കൊടുക്കുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്. ഒരു സസ്യത്തെ സംബന്ധിച്ചിടത്തോളം വേര് പിടിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നമ്മൾ നിർജ്ജീവമായിരിക്കുന്ന ഒരു മണ്ണിലേക്കാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ കൊടുത്തു കഴിയുന്നതിലുപരി കുറച്ച് അടിവളം കൊടുത്തിട്ട് നമുക്കൊരു 15 ദിവസത്തിന് ശേഷം നമ്മുടെ ഉൽപ്പന്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ ഓക്കെ ഓക്കെ. അതിന്റെ പ്രധാനപ്പെട്ട ഘടകം 15 ദിവസത്തിന് ശേഷമാണ് അതിന്റെ വേര് സ്റ്റാർട്ട് ചെയ്യുക. അതിന്റെ വേര് വേര് പിടിക്കത്തുള്ളൂ. ഓക്കെ ഓക്കെ, വേര് പിടിക്കത്തുള്ളൂ. ഓക്കെ വേര് ഓക്കെ, പിടിക്കുന്നത്. മനസ്സിലായി. അപ്പൊ നമുക്ക് സ്റ്റിംബ്രിച്ച് സ്പ്രേ ചെയ്യുമ്പോൾ പെട്ടെന്ന് വേരിലേക്ക് പോവും, ഇലകൾ ഓ പെട്ടെന്ന് വലുതായി വരും. അതുപോലെ ആ തന്നെ ഓക്കെ. ഷേത്ത് അവിടെ നമുക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ NPK കൊടുക്കുമ്പോൾ മൂലകങ്ങൾ വലിച്ചെടുക്കാനും ഒക്കെ അതിന് ടൈം നമുക്ക് കിട്ടും. അപ്പൊ പെട്ടെന്ന് നമുക്ക് ഗ്രോത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഒരു 15 ദിവസത്തിന് ശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ. മതി ആ മതി. ആ ആ ഓക്കെ ഓക്കെ ഓക്കെ. ആ ഓക്കെ, താങ്ക് യു സർ. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമുക്ക് വീണ്ടും ബുധനാഴ്ച കാണാം. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. താങ്ക് യു.